ചില സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മളറിയാതെ നമുക്കൊരു ചെറിയ ചിരി ഇങ്ങനെ ബാക്കി വരില്ലേ? അത്തരം അനുഭവം തരുന്ന സിനിമകൾ കുറവാണെന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സൂരജ് ടോം സംവിധാനം ചെയ്ത് ആനന്ദ് മധുസൂദനൻ, ചിന്നു ചാന്ദ്നി, അൽതാഫ് സലീം തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന വിശേഷം എന്ന സിനിമയെ കുറിച്ച്. ഇതൊരു ഡ്രാമഡി, അതായത് ഡ്രാമ കോമഡി സിനിമയാണ്. നമ്മൾ സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുള്ള ഒരു കൊച്ചു സിനിമ. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിലുള്ളതിൽ എങ്ങനെ റെസ്പെക്ട് കൊടുക്കണം എന്നൊക്കെയുള്ളത് വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമ. ടൈറ്റിൽ എഴുതി കാണിക്കുന്ന തന്നെ ഇങ്ങനെ ഭിത്തിയിലായിട്ട് ആരോ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ തോന്നുന്ന ഒരു ടൈറ്റിൽ ഗ്രാഫിക്സിലാണ്. അത് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഓൺലൈൻ മോട്ടിവേഷണൽ സ്പീക്കറും ഓർഗാനിക് കർഷകനും ഒക്കെ ആയിട്ടുള്ള ഷൈജു ഭക്തൻ പോലീസ് ഉദ്യോഗസ്ഥയായ സജിതയെ വിവാഹം ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് വിശേഷം എന്ന സിനിമയിൽ പറയുന്നത്. ഈ കല്യാണം കഴിഞ്ഞ ഉടനെ കപ്പിൾസ് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് വിശേഷമൊന്നും ആയില്ലേ എന്നുള്ളത്. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഒരു മെയിൻ സബ്ജക്ട് എന്ന് തന്നെ പറയാം കേട്ടോ. ഈ കമ്മിങ് ഓഫ് ഏജ് ഫിലിംസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അഡൽട്ട് ആകുന്നവരെയുള്ള അവസ്ഥ കൃത്യമായിട്ട് കാണിക്കുന്ന സിനിമകൾ. അതുപോലെ ഇതിൽ ഒരു കപ്പിളിന്റെ ബന്ധത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ അത് കൂടുതൽ പുഷ്പിക്കുന്നത് വരെയുള്ള അവസ്ഥയാണ് ഈ സിനിമ പറയുന്നത്. അതുപോലെ തന്നെ ഈ ലാക്ക് ഓഫ് സെക്ഷുവൽ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരർ എന്നൊക്കെ വിശ്വസിക്കുന്ന നമ്മൾ മലയാളികൾക്കിടയിലുള്ളത്, അതും സിനിമ ഭംഗിയായിട്ട് തന്നെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ നല്ല സ്ക്രിപ്റ്റ്, നല്ല എഴുത്ത് തന്നെയാണ് പടത്തിന്റെ പ്രധാന പോസിറ്റീവായിട്ട് പറയാനുള്ളത്. സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, സംഗീതം ഒക്കെ നിർവഹിച്ചതും ചിത്രത്തിലെ നായകനായ ഷൈജു ഭക്തനായിട്ട് അഭിനയിച്ചതും ആനന്ദ് മധുസൂദനാണ്. ഒരു മോഡേൺ ബാലേന്ദ്രമേനോനാണെന്ന് തോന്നുന്നു. വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു പുള്ളി കേട്ടോ. നമുക്ക് ശരിക്കും അറിയാവുന്ന, നമുക്ക് പരിചയമുള്ള, തൊട്ടടുത്തുള്ള ഒരാളെ പോലെ തന്നെ ഫീൽ ചെയ്തു. ഡയലോഗ് ഡെലിവറി, എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ ചിന്നു ചാന്ദ്നി ഈ അടുത്തിടെ തന്നെ ഗോളം, അതുപോലെ കാതൽ തുടങ്ങിയ പടങ്ങളെല്ലാം വളരെ നല്ല റോളുകളിൽ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരി. ഇതിൽ ശരിക്കും ഗംഭീര പെർഫോമൻസ് തന്നെയാണെന്ന് പറയാം. ഇതിലെ പോലീസുകാരിയായിട്ടുള്ള സജിത എന്ന ക്യാരക്ടറായിട്ട് പണ്ടത്തെ നമ്മുടെ സരിത, ഗീത ഒക്കെ പോലെയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ റോൾസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ് ചിന്നു ചാന്ദ്രി എന്ന് ഈ സിനിമയിലൂടെ വീണ്ടും തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും അന്യായമായിരുന്നു തന്നെ പറയാം. അൽതാഫ് സലീം, അതുപോലെ ജോണി ആന്റണി, വിനീത് തട്ടിൽ, ബൈജു ജോൺസൺ, പി കുഞ്ഞികൃഷ്ണൻ, ജീലു ജോസഫ്, ആൻ ജമീല സലീം, ഷൈനി സാറ, ഭാനുമതി പയ്യന്നൂർ, മാല പാർവതി, അങ്ങനെ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കോമഡിക്കായിട്ട് വരുന്ന പല സിനിമകളും ചിരിപ്പിക്കാത്ത ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ ഇതിൽ അത്യാവശ്യം അവിടെയൊക്കെ ചിരിക്കാനുണ്ട്. എന്ന് വെച്ചാൽ തലകുത്തിമാറി ചിരിക്കാനില്ല, എന്നാലും ചില നല്ല സിറ്റുവേഷണൽ കോമഡീസ് ഉള്ള ഒരു സിനിമയാണ്. സാഗർ അയ്യപ്പന്റെ ഛായാഗ്രഹണവും മാളവികയുടെ എഡിറ്റിംഗും കൊള്ളാമായിരുന്നു. അനീസ് സൂരജാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത്. ഇതിന്റെ സംഗീതവും ആനന്ദ് മധുസൂദൻ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പാട്ടുകളൊക്കെ രസം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ ആ കഥയുമായിട്ട് കൃത്യമായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. വളരെ രസകരമായിട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫ് ആൻഡ് ഇന്റർവെൽ വരെ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന്റെ തുടക്കമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ കുറെ സമയം സിനിമ ഒരു ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളെ കുറിച്ചുള്ള പബ്ലിക് അവയർനെസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരസ്യമോ ഒക്കെ പോലെ ഫീൽ ചെയ്താണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതങ്ങനെ തുടരുന്നില്ല കേട്ടോ. അതേസമയം പടത്തിന്റെ ഒരു അവസാനമൊക്കെ എത്തുമ്പോഴേക്കും സിനിമ ആകെ ഒന്ന് തകിടം മറിഞ്ഞ് ഇത്തരത്തിലുള്ള ക്ലിനിക്കുകളുടെ ഒന്നും പരസ്യമല്ലാതായിട്ട് മാറുന്നുണ്ട്. അത് കൊള്ളാം. പിന്നെ ഇതിന്റെ സ്റ്റോറി അത്യാവശ്യം പ്രഡിക്റ്റബിൾ തന്നെയാണ്. നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ പടം എൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി സെക്കൻഡ് ഹാഫിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. സ്റ്റിൽ ഒരു ഓവർ ലാഗ് ഒന്നും അപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. സോ ആകെ മൊത്തം ടോട്ടലിൽ നിങ്ങൾക്ക് ഫാമിലിയോടെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ് ആണ് വിശേഷം. ഫീൽ ഗുഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നമ്മളെ ബോറടിപ്പിച്ച കുറേ സിനിമകൾ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അതിനിടയിൽ ഒരു ആശ്വാസം തന്നെയാണ് വിശേഷം. അത്യാവശ്യം മനസ്സ് നിറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട് കേട്ടോ. സോ എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. പിന്നെ തിയേറ്ററിൽ പടത്തിന് ആള് കുറവാണ്. പലരും OTT വരും കാണാനിരിക്കുകയാണല്ലേ. കൊള്ളാം. അപ്പം ശരി എന്നാ.